നമുക്ക് ഓർമ്മയുണ്ടല്ലോ ക്യാമറ വന്നു. ക്യാമറ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു AMC കൊടുത്തതാണല്ലോ, പിന്നെ AMCക്ക് എങ്ങനെയാണ് ഈ പണം? അപ്പം ഞങ്ങൾ വിസ്തീരിച്ചത് AMC എന്നുള്ളതല്ലത്, ഇതിന്റെ സമരസഹിക്കാൻ അതിന്റെ പോസ്റ്റൽ ചാർജ് അങ്ങനെ എല്ലാം വിസ്തീരിച്ചിട്ടും അദ്ദേഹം AMC എവിടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹൈക്കോടതി പോയി കേസ് കൊടുത്തു. ഹൈക്കോടതി ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു ആ കേസ്. എന്നിട്ടും അദ്ദേഹം ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി ചോദിച്ചത് എന്താ? വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ. തുരങ്കപാത നിങ്ങളുടെ ഫയലുകൾ നോക്കൂ, ഇവിടെ അനുവദിക്കില്ല, ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നല്ലേ വയനാട് തുരങ്കപാതയെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പദ്ധതിയെ സംബന്ധിച്ചുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പൊതുവായ നിലപാടാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോൾ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പെൻഷൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാരാണ്? അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം അവർ സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിവുകൾ സഹിതം തുറന്നു കാട്ടപ്പെട്ടാലും അങ്ങനെ തുറന്നു കാട്ടപ്പെട്ടൊന്ന് തന്റെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല എന്ന മട്ടിൽ തുടർച്ചയായി ഈ നുണ ആവർത്തിക്കുന്നതിൽ അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് കേരളം ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF കേരളത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയാം. ഒരു കേരള വിരുദ്ധ മുന്നണി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവാകേണ്ടത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകരുത് എന്ന് അദ്ദേഹത്തോട് സഭയ്ക്കകത്ത് ഞങ്ങൾ എല്ലാവരും പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം കേരള വിരുദ്ധ മുന്നണിയുടെ നേതാവായിട്ടാണ് പ്രവർത്തിക്കുന്നത്.